ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ കേശവിടെ ടീച്ചറമ്മയുടെ വീട്ടിലെ തറ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറമ്മ ആരെയോ വിളിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത്. അത് നമ്മുടെ മേരിക്കുട്ടി ടീച്ചറെ ആയിരുന്നു. സരസുവിന്റെ കോൾ വരുമ്പോൾ പതുങ്ങി റൂമിലേക്ക് വന്ന് ഡോറടച്ച് മേരിക്കുട്ടി ടീച്ചർ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രസംഗമായിരുന്നു. പിള്ളേരങ്ങ് പോയാൽ നമുക്ക് കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് വിളിക്കുന്ന പോലും ഇല്ലല്ലോ എന്ന് സരസ്വതി ടീച്ചർ ചോദിക്കുമ്പോൾ മിക്കവാറും ജോൺ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അതാ എനിക്ക് വിളിക്കാൻ പറ്റാത്തതെന്ന് മേരിക്കുട്ടി ടീച്ചർ. ജോണിന് കോഴിക്കോട് നിന്ന് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടെന്നും താൻ ഒറ്റയ്ക്കാവുമെന്നും പറഞ്ഞ് അവൻ അതിന് പോകുന്നില്ലെന്നും മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട്. നിനക്ക് വേണ്ടി നിന്ന് ജോണിന്റെ ലൈഫ് വേറൊരു വിധത്തിലാക്കരുതെന്ന് ടീച്ചറമ്മ പറയും. ഇതാണ് അവന്റെ ലൈഫ് എന്നും അവന് ഇങ്ങനെ അങ്ങ് പോയാൽ മതിയെന്നും അവന്റെ കാര്യങ്ങൾക്കായി ട്രേഡിങ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നും മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ജോലിയും കൂട്ടുമൊക്കെ വേണ്ടേന്ന് സരസ്വതി ടീച്ചർ ചോദിക്കുമ്പോൾ ആളുകളെ കാണിക്കാനായി ജോലിയും കൂട്ടുമൊന്നും വേണ്ടെന്ന അവന്റെ പക്ഷമെന്ന് മേരിക്കുട്ടി ടീച്ചർ വീണ്ടും പറയുന്നുണ്ട്. ഇതെല്ലാം അടുത്തിരുന്ന് ചെവി കൂർപ്പിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്ന കനി മൊബൈൽ സ്പീക്കറിൽ ഇടാനായി ചെറിയമ്മയോട് പറയുന്നുണ്ട്. ടീച്ചറെ, നാട്ടിലെ പ്രബലനായ പയ്യനോട് ഇങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലെന്ന് പറയുന്ന കനി പറയുമ്പോൾ നിനക്ക് കോളേജിലൊന്നും പോണ്ടേ എന്ന മേരിക്കുട്ടി ടീച്ചറുടെ ചോദ്യം കേട്ട് എന്നും കോളേജിൽ പോണവർക്ക് ഒരു വിലയുമില്ലെന്നേ എന്ന് കനി പറയുന്നുണ്ട്. സരസു, ഇവളെ ഇങ്ങനെ വീട്ടിൽ പിടിച്ചു നിർത്താതെ കോളേജിൽ പറഞ്ഞു വിടുന്നേ മേരിക്കുട്ടി ടീച്ചർ സരസുവിനോടായി പറയുമ്പോൾ ഞാനിപ്പോ ചെറിയമ്മയെ ടേക്ക് കെയർ ചെയ്യണ ജോലിയില്ല, അത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ജോണേട്ടനോട് ഇന്റർവ്യൂവിന് പോവാൻ പറ ടീച്ചറെ. ടീച്ചർക്ക് ഞാൻ കൂട്ടുവന്ന് നിൽക്കാമെന്ന് കനി പറയുമ്പോ അത് ജോൺ സമ്മതിക്കാൻ വഴിയില്ലെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയണ കേട്ട് സെന്റി ട്രാക്ക് പിടിച്ചാൽ മതി, അതിൽ ജോണേട്ടൻ മിക്കവാറും വീഴും. അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ മേരിക്ക് ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യാലോ. നീയെന്ന് അവനോട് പറഞ്ഞു നോക്ക്, നടന്ന ഇന്റർവ്യൂവിന് പോകുന്നതുമായി നമുക്കൊന്നിച്ച് നിൽക്കുകയും ചെയ്യാം എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഞാനൊന്ന് പറഞ്ഞു നോക്കാമെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട്. പറഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. ടീച്ചർ ആഞ്ഞൊന്ന് സെന്റ് അഴിച്ച് ജോണേട്ടനെ പറഞ്ഞു വിടാൻ നോക്കെന്ന് കനി പറയുമ്പോൾ നമ്മുടെ നിലം തിടിച്ചോണ്ടിരുന്ന കേശു അവിടെ തെന്നി വീഴുന്നുണ്ട്. അയ്യോ കേശു, വേദനിച്ചോടാന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അവിടെ ആരാണെന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. അത് തങ്ങളുടെ പുതിയ വേലക്കാരനാണെന്നും നിലം തുടച്ചോണ്ടിരുന്നപ്പോൾ സ്ലിപ്പായതാണെന്നും ടീച്ചർ ഇവിടെ വരുമ്പോൾ കാണാമെന്നുമൊക്കെ കനി പറയുമ്പോൾ ജോൺ ഉറങ്ങിയിട്ടില്ലെന്നും പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ തൻ്റെ കോൾ വയ്ക്കുന്നുണ്ടേ. നന്നായിട്ട് ഇടിച്ചോടാന്ന് കനി കേശുവിനോടായി ചോദിക്കുമ്പോൾ വീണത് സ്ലോ മോഷനിലായതുകൊണ്ട് അധികമൊന്നും പറ്റിയില്ലെന്ന് കേശു പറയുമ്പോൾ ഈ വെളുപ്പിനെ ഞാൻ ചിരിക്കണമെന്ന് കനി ചോദിക്കുന്നുണ്ടേ. ആ പാവത്തിനെ വരട്ടാതെ വിട്ടേക്കെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ കക്കാൻ കയറിയവനല്ലേ പാവം, കക്കുന്നതിനേക്കാളെ വലിയ കുറ്റമാണ് ഇവന്റെ ഈ ജാമ്പവാന്റെ കാലത്തെ കോമഡി എന്ന് കനി പറയുമ്പോഴേക്കും ഞാൻ അപ്പുറത്തൂടി ഒന്ന് തുളച്ചു വരാമെന്ന് പറഞ്ഞ് കേശു ബക്കറ്റ് എടുത്തോണ്ട് അവിടുന്ന് പോവുക. രാത്രിയാവുമ്പോൾ കനിയും ചെറിയമ്മയും കൂടി തങ്ങളിട്ട പോസ്റ്റെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ക്യാമ്പയിൻ നല്ല സക്സസ് ആയല്ലോ, ഇപ്പൊ തന്നെ 500-ൽ കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട്, 5000+ ലൈക്കും, 5ഓളം വീടുകളിൽ ചങ്ങാതിക്കൊരു വീട് പ്രവർത്തനങ്ങൾ ഇപ്പൊ തന്നെ ആരംഭിച്ചു എന്നൊക്കെ കനി ടീച്ചറമ്മ പേജിലെ പോസ്റ്റ് നോക്കിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ കുറഞ്ഞത് 5 കുട്ടികൾക്കെങ്കിലും വീട് ലഭിക്കുമെന്ന് ടീച്ചറമ്മ കണക്ക് കൂട്ടുന്നുണ്ട്. അത്രയൊന്നുമല്ല, ഇതിന്റെ തിരി കത്തി തുടങ്ങുന്നതേയുള്ളൂ. കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കും. ഇതിന്റെ ഒരു സ്പിരിറ്റ് വരുമ്പോൾ എല്ലാവരും ഇറങ്ങിത്തിരിക്കും, അതുറപ്പാ. ചെറിയമ്മയുടെ കണ്ണേറ്റിങ്കര സ്കൂളിലും നീനുമോൾക്കൊരു വീട് എന്ന പദ്ധതിയിലൂടെ അവരും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതിൻ്റെ അടിയിലെ സുനിയും മദനൻ സാറും ഇതൊന്നും സ്കൂളിന്റെ പരിപാടിയല്ല എന്നും പറഞ്ഞ് കമന്റും ഇട്ടിട്ടുണ്ട് എന്ന് കനി പറയണ കേട്ട് അവർക്ക് ഇതിനൊന്നും സഹായിച്ചില്ലെങ്കിലും ഒന്ന് എതിർക്കാതിരുന്നൂടെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ മദനൻ സാറും ടീച്ചറമ്മ പേജിൽ ചാറ്റിനായി വരുന്നുണ്ടെങ്കിലും വെറുതെ വിടാനായി ചെറിയമ്മ പറയുന്നുണ്ട്. അങ്ങനെ പോയാൽ ശരിയാവത്തില്ല, തീറ്റയിട്ട് ഞാൻ ഈ കോഴിയെ ഇന്ന് കൂട്ടിക്കയറ്റും. പതുങ്ങി വരുന്നുണ്ട് പുള്ളി നമ്മുടെ ക്യാമ്പയിനെ എന്തായാലും കൂട്ടുനിൽക്കും. ഈ ടീച്ചറമ്മ പറഞ്ഞാലേ പുള്ളി എന്തും ചെയ്യും, അത് ഉറപ്പുള്ള കേസാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് കനി മദൻ സാറിന്റെ ചാറ്റ് ടീച്ചറമ്മയ്ക്ക് വായിച്ചു കൊടുക്കുന്നുണ്ട്. ടീച്ചർ സ്കൂളിൽ നിന്ന് നേരത്തെ എത്തിയോ? ഇതുവരെ ടീച്ചറിന്റെ സ്കൂൾ ഏതാന്ന് പറഞ്ഞില്ല, ഏത് സബ് ജില്ലയാണെന്നെങ്കിലും പറഞ്ഞൂടെ എന്നൊക്കെയുള്ള മദനൻ സാറിന്റെ ചാറ്റ് വായിച്ചു കൊടുത്തോണ്ട് ഈ കോഴിക്കുള്ള തീറ്റയൊക്കെ എന്റെ കയ്യിലുണ്ട്, ഇത് കണ്ട് നീ എങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ പുള്ളിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതേ നമ്മുടെ ആവശ്യമാണ്, കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കേ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം, പൊളിച്ചടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കനി ചാറ്റാനായി തുടങ്ങുമ്പോഴേക്കും അത് ശരി, അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അങ്ങ് ഹാക്ക് ചെയ്തല്ലേ
എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പേഴ്സണൽ വിവരങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ സാറേ എന്ന് കനി മദനൻ സാറിന് മറുപടി കൊടുക്കുമ്പോൾ സാറാണേൽ ആക്രാന്തത്തോടെ അത് എടുത്തു നോക്കിക്കൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കറിയുമായിരിക്കും, ഏജ് ഗ്രൂപ്പെങ്കിലും ഒന്ന് പറ ടീച്ചറെ എന്ന് റിപ്ലൈ കണ്ട് സാറിന്റെ ഏജ് ഗ്രൂപ്പ് എനിക്ക് മനസ്സിലായിന്ന് കനി റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്നാൽ ടീച്ചർ ഒന്ന് പറ, ഞാൻ നോക്കട്ടെ എന്ന് മദനൻ സാർ പറയുമ്പോൾ സാറിന് ഒരു 30-35 തോന്നത്തുള്ളൂ എന്നുള്ള കനിയുടെ മറുപടി കണ്ട് ഇതൊന്ന് കറപ്പിക്കണമെന്ന് നരച്ച് താടി തടവിക്കൊണ്ട് മദനൻ സാർ പറയുന്നുണ്ട്. അത് കൊള്ളാം, ടീച്ചറുടെ വയസ്സ് പറഞ്ഞില്ലല്ലോ എന്ന് മദനൻ സാർ പറയുമ്പോൾ സാർ ഇവിടെ ചാറ്റിൽ കാണിക്കുന്ന ഈ താല്പര്യം ക്യാമ്പയിന്റെ കാര്യത്തിൽ കാണിക്കുവാണെങ്കിൽ അത് നന്നായിരുന്നേനെന്ന് കനി റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ക്യാമ്പയിന് എല്ലാവിധ പിന്തുണയും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും ടീച്ചറെ എന്ന് മദനൻ സാർ മറുപടി പറയുമ്പോൾ സാറ് ഞങ്ങളുടെ പോസ്റ്റിന്റെ അടിയിൽ നെഗറ്റീവ് കമന്റ് ഇട്ടത് താൻ കണ്ടു, എന്നിട്ട് പിന്തുണയുണ്ടെന്ന് പറയല്ലേ സാറേ എന്ന കനിയുടെ മറുപടി കണ്ട് മദനൻ സാർ വിഷമത്തോടെ താടിക്ക് കൈകൊടുത്തിരുന്ന് ആലോചിച്ചുകൊണ്ട് അയ്യോ, ഞാൻ പൂർണ്ണമായിട്ടും ക്യാമ്പയിനൊപ്പമുണ്ട്. സ്കൂളിലെ അധ്യാപകരും PTA-ക്കാരും ആ പ്രശ്നമൊക്കെ സാർ ഇടപെട്ടങ്ങ് തീർക്കണം. സാറിന്റെ സ്കൂളിലെ നീനുകുട്ടിക്കൊരു വീട് എന്ന പോസ്റ്റ് സാറ് ഷെയർ ചെയ്തിട്ട് കൂടിയില്ലല്ലോ. ഞാനത് ശ്രദ്ധിച്ചു. സാറിന്റെ സ്കൂളിലെ PTA പ്രസിഡന്റ് തന്നെ ആ പോസ്റ്റിന് മോശം കമന്റ് ഇടുന്നുണ്ട്. സാറ് ഇതിലൊക്കെ ഒന്ന് ഇടപെടണം. ആ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ കൂടെ നിൽക്കണം. സാറിനെ പോലെയുള്ളവരെ മുന്നിട്ടിറങ്ങിയാലേ ഇതൊക്കെ നടക്കത്തുള്ളൂ എന്ന് കനി പൊക്കിക്കൊണ്ട് പറയുമ്പോൾ ഞാനത് ശ്രദ്ധിക്കാം ടീച്ചറെ. അക്കാദമിക് കാര്യങ്ങളില്ല എന്റെ ശ്രദ്ധ മുഴുവനും. അതാ ഇക്കാര്യം അത്ര ശ്രദ്ധിക്കാൻ പറ്റാത്തത്. എതിർത്ത് നിൽക്കുന്നവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ടീച്ചർ പേടിക്കണ്ട, ഈ ക്യാമ്പയിൻ മദനൻ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ഇത് വിജയിപ്പിക്കും എന്ന് മദനൻ സാർ പറയുമ്പോഴേക്കും സാറിന്റെ ഈ വാക്ക് മതി, ഞാനത് വിശ്വസിക്കുന്നു എന്ന് കനി പറയുമ്പോൾ താങ്ക് യു ടീച്ചർ, എന്നോടുള്ള സ്നേഹത്തിനും ഈ വിശ്വാസത്തിനും എന്ന് ചെറിയമ്മയ്ക്കായി വായിച്ചു കൊടുത്തോണ്ട് അയ്യോ ഒലിക്കുവാണല്ലോ തേന്. പുള്ളി എന്തായാലും ഫ്ലാറ്റായി, ഇനി നമുക്കൊപ്പം നിന്നോളും എന്ന് കനി പറയുന്നുണ്ട്. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ മദനൻ സാർ സുനിയെ വിളിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ സുനിയെ വിളിച്ചത്. നീനുകുട്ടിക്കൊരു വീട് എന്ന ക്യാമ്പയിനെതിരായി സുനി പ്രവർത്തിക്കുന്നു എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് മദനൻ സാർ പറയണ കേട്ട് സാറും അതിനെ എതിർത്തല്ലേ സംസാരിച്ചതെന്ന് സുനി ചോദിക്കുക. അധ്യാപകർ കൂടുതലും അക്കാദമിക് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് മദനൻ സാർ പറയുമ്പോൾ സാർ ഇത്ര പെട്ടെന്ന് കാല് മാറി, എന്നെക്കാളും സാറല്ലേ അതിനെ എതിർത്തോണ്ടിരുന്നത്, എന്നിട്ടിപ്പോ എന്ത് പറ്റിയെന്ന് സുനി ചോദിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ സുനിയിട്ട ചില മോശം കമന്റ്സ് വലിയ ചർച്ചയായിട്ടുണ്ട്. അത് നീ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് മദനൻ സാർ പറയുമ്പോൾ എന്നെക്കാളും നെഗറ്റീവ് കമന്റ്സ് ഇട്ടത് മദനൻ സാർ അല്ലെന്ന് സുനിയും ചോദിക്കുന്നുണ്ട്. ഞാൻ എങ്ങും ഇട്ടിട്ടില്ല, സുനി കള്ളം പറയരുത് കേട്ടോ എന്ന് മദനൻ സാർ പറയണ കണ്ട് നിങ്ങൾ ഇട്ടത് നിങ്ങൾ തന്നെ ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങ് ഡീസൻ്റ് ആയല്ലേ, കൊള്ളാം എന്ന് സുനി പറയുമ്പോൾ സുനി, ആ ക്യാമ്പയിൻ നമുക്ക് എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കണം. അതിനായി നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. PT-യുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നീ ചെയ്തു കൊടുക്കണം. നീ കുറച്ചുകൂടൊന്ന് പോസിറ്റീവായി ചിന്തിച്ച് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്ക്. ഒന്നുകൂടൊന്ന് ഉത്തരവാദിത്തം കാണിക്കേ എന്ന് സുനിയെ വഴക്കു പറഞ്ഞുകൊണ്ട് മദനൻ സാർ തൻ്റെ കോൾ വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് മദനൻ സാർ തന്നെയല്ലേ സംസാരിച്ചത്, ഇങ്ങേക്ക് ഇതെന്തു പറ്റിയെന്ന് സുനിയും ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാമേശ്വരത്തെ സരസ്വതി ടീച്ചർ കിടന്ന ഹോസ്പിറ്റലിലെത്തുന്ന വിഷ്ണുവിനെയും ജാവേദിനെയുമാണ്. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഞങ്ങൾ കേരള പോലീസിൽ നിന്നാണെന്നും ഒരു കാര്യം അറിയാനായി വന്നതാണെന്നും ജാവേദ് പറയുന്നുണ്ട്. 1 വർഷം മുമ്പ് ഒരു മലയാളിയായ കൃഷ്ണചന്ദ്രനെ ഇവിടെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ചികിത്സ നടത്തിയെന്നും ഇവിടെ മലയാളികൾ കുറവായതുകൊണ്ട് അയാളെ നന്നായി ഓർത്തിരിക്കുന്നെന്നും ഡോക്ടർ പറയുന്നുണ്ട്. അവരുടെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവരെ 2 പേരെയും ഒന്നിച്ചാണ് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ഇത് കേട്ട് അവരാരായിരുന്നു എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ സരസ്വതി എന്ന ഡോക്ടറുടെ വാക്കുകൾ വിഷ്ണുവിനെ ഞെട്ടിക്കുന്നുണ്ട്. അവർ 2 പേരും ഒന്നിച്ചുണ്ടായിരുന്നു. അവരെ തിരഞ്ഞ് ആരും വന്നതുമില്ല. അതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട്. കൃഷ്ണചന്ദ്രൻ സാറിന്റെ കോണ്ടാക്ട് മാത്രമേ ലഭിച്ചുള്ളൂ. അവരുടെ റിലേറ്റീവിനെ വിളിച്ച് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. സരസ്വതി അമ്മയ്ക്ക് അപ്പോഴും ബോധം വന്നിട്ടില്ലായിരുന്നു. കൃഷ്ണചന്ദ്രൻ സാറിന്റെ ഫാമിലിക്കാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് അവരിവിടെ നിന്ന് ഡിസ്ചാർജായി പോയത്. അവര് നല്ല സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. എല്ലാവരും അവരോട് നല്ല കൂട്ടായിരുന്നു എന്നൊക്കെ ഡോക്ടർ പറയണ കേട്ട് സരസ്വതി എന്നാ ഡിസ്ചാർജ് ആയതെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അവരൊരു ഫയലെടുത്ത് ചെക്ക് ചെയ്തിട്ട് സെപ്റ്റംബർ 8-നാണെന്ന് പറയുന്നുണ്ട്. അവരുടെ ട്രീറ്റ്മെന്റിനെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അതെല്ലാം മാനേജ്മെന്റാണ് തീരുമാനിക്കുന്നതെന്നും ഒരു റിക്വസ്റ്റ് തരണമെന്നും അതെല്ലാം കിട്ടാൻ രാവിലെ ആകുമെന്നും അവർ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വിഷ്ണു ജാവേദിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്.
സരസ്വതി ടീച്ചർ മരിച്ചിട്ടില്ലെന്ന വിവരം അറിഞ്ഞതോടെ വിഷ്ണു ടെൻഷനോടെ മഹേഷിനെ വീണ്ടും വിളിക്കുന്നുണ്ട്. മഹേഷ് ഫോൺ എടുത്തോണ്ട് താൻ ഡിന്നർ കഴിക്കാൻ പോവുകയാണെന്നും കഴിച്ചു കഴിഞ്ഞ് വിളിച്ചാൽ പോരെന്നും ചോദിക്കുമ്പോൾ, എന്റെ പൊന്നു മഹേഷേ, നിനക്ക് ഇതെല്ലാം അറിഞ്ഞിട്ടും എങ്ങനെ അങ്ങ് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നേ? ഇത് കേട്ട് എന്താ അളിയാ എന്ന് മഹേഷ് ടെൻഷനോടെ ചോദിക്കുമ്പോൾ, ഞാനിപ്പോ രാമേശ്വരത്തിനടുത്ത് കോവിൽപ്പെട്ടി എന്നുള്ളൊരു സ്ഥലത്താ. ഇവിടെ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ വന്നതാ. നമ്മൾ കൊണ്ടുവന്നടക്കിയത് സരസ്വതി ടീച്ചറുടെ ബോഡി അല്ലെങ്കിൽ സരസ്വതി ടീച്ചർ എവിടെയാ ഉള്ളത്? അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട അളിയാ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ, അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനോടകം നമ്മൾ എന്തെങ്കിലും വിവരം അറിയേണ്ടതല്ലേ അളിയ എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. അത് ശരിയാ, പക്ഷേ ഇതിനിടയിൽ നിന്ന് ആരോ വലിയൊരു മറയുണ്ടാക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിലായിരുന്നു അമ്മ മാസങ്ങളോളം. ഞാൻ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം വിശദമായി തിരക്കി. സെപ്റ്റംബർ 1st വീക്കിലാ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതായത് അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് 2 മാസത്തോളമായി. പിന്നീട് അമ്മ എവിടെ പോയി എന്ന വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് മഹേഷ് ആകെ ഞെട്ടലോടെ ടെൻഷനോടെ വിയർത്തു കുളിച്ചോണ്ട് നിൽക്കുക. മഹേഷിന്റെ സൗണ്ടൊന്നും കേൾക്കാത്തോണ്ട് ഞാൻ പറയുന്നതൊന്നും മഹേഷ് കേൾക്കുന്നില്ലെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ, കേൾക്കുന്നുണ്ടളിയ, പക്ഷേ എനിക്ക് അങ്ങോട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് വിറയലോടെ മഹേഷ് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കാര്യങ്ങളിൽ കുറെ വ്യക്തത വന്നിട്ടുണ്ട് എന്ന് വിഷ്ണു പറയുമ്പോൾ, എന്താ അളിയ എന്ന് സംശയത്തോടെ മഹേഷ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ വഴിയെ പറയാം. ചിലരിറങ്ങി കളിക്കുന്നുണ്ടോന്നൊരു ഡൗട്ട്. താമസിയാതെ അതിലൊരു ക്ലാരിറ്റി വരും എന്ന് വിഷ്ണു അർത്ഥം വെച്ച് പറയുമ്പോൾ, തനിക്കൊന്നും അറിഞ്ഞൂടെന്ന് മഹേഷും പറയുന്നുണ്ട്. മരിച്ചു എന്ന് ഈ ലോകം മുഴുവൻ കരുതിയ സരസ്വതി ടീച്ചർ ഈ സെപ്റ്റംബർ ആദ്യവാരം വരെ ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ അളിയനെ ബോധ്യപ്പെട്ടില്ലേ എന്ന് വിഷ്ണു പറയുമ്പോൾ, അളിയൻ ഇത്ര ഉറപ്പോടെ പറയുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല എന്ന് മഹേഷ് സംശയത്തോടെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അമ്മ ജീവനോടെ ഉണ്ടോയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് വിഷ്ണു വീണ്ടും സംശയത്തോടെ പറയുമ്പോൾ, അതെന്താ അളിയ അങ്ങനെയെന്ന് മഹേഷ് വീണ്ടും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അമ്മ ഇപ്പോൾ ആരുടെയോ കസ്റ്റഡിയിലാണ്. കയ്യിലിരിക്കുന്ന പക്ഷിയുടെ ജീവൻ പോലെയാണ് അമ്മയുടെ ജീവനും. അതിപ്പോ അവരുടെ കയ്യിലാ. കാര്യമറിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അളിയനെ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രം. വേറെന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് നോക്കട്ടെ. അളിയൻ എന്തായാലും അത്താഴം മുടക്കണ്ട, ഗ്യാസ് കയറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് വിഷ്ണു കോൾ വയ്ക്കുമ്പോൾ മഹേഷ് ആകെ ടെൻഷനോടെ വിയർത്തു കുളിച്ച് പേടിയോടെ നിൽക്കുന്നുണ്ട്. അന്ന് പഞ്ചായത്ത് ഓഫീസിലെ അമ്മയുടെ RT എടുക്കാൻ വന്ന കൃഷ്ണചന്ദ്രനും അമ്മയും ഒരേ സമയം ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? വിഷ്ണു ജാവേദിനോടായി ചോദിക്കുമ്പോൾ അതെ എന്ന് ജാവേദും മറുപടി കൊടുക്കുന്നുണ്ട്. അമ്മയെ അന്വേഷിച്ച് കൃഷ്ണചന്ദ്രൻ നാട്ടിൽ വരുമ്പോൾ അമ്മ മരിച്ചിട്ടില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു എന്ന് വിഷ്ണു പറയുമ്പോൾ, അത് കറക്റ്റാണെന്ന് ജാവേദ് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും ടീച്ചറമ്മയെ തിരഞ്ഞ് കൃഷ്ണചന്ദ്രൻ സാർ വീട്ടിലേക്ക് എത്തുന്നതും കൃഷ്ണചന്ദ്രൻ സാറിനെ കാണുന്ന ടീച്ചറമ്മ വെപ്രാളത്തോടെ കനിയോടെ താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോയി പറയാൻ ആവശ്യപ്പെടുന്നതുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇതിനു പിന്നിൽ വിഷ്ണുവിന്റെ ഗൂഢാലോചനയാണെന്ന് കണ്ടു തന്നെ അറിയണം. പുതിയ വിശേഷങ്ങളുമായി നാളത്തെ എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.